ഹലോ വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് ബൈറ്റ്. ചോക്ലേറ്റ് മേക്കിങ്ങിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. നമ്മൾ സ്പൈസി ഫില്ലിങ്സിനെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പൈസി ഫില്ലിംഗ് ആണ്. നമുക്ക് എരിവും കുറച്ച് മധുരവും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഫില്ലിംഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1:1 റേഷ്യോയിൽ ഗനാശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇന്ന് ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയുടെ നീര് നന്നായിട്ട് ചതച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള നീരാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഗനാശിനനുസരിച്ചിട്ട് ഒരു അരക്കപ്പ് ഗനാശൊക്കെ ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇഞ്ചി നീര് ഒരു 1 ടീസ്പൂണ് 1.5 ടീസ്പൂണൊക്കെ ചേർക്കാം. നമ്മുടെ ഒരു ഫ്ലേവറിനനുസരിച്ചിട്ടാട്ടോ. കുറേശ്ശെ ചേർത്ത് നോക്കുക, എന്നിട്ട് ഫ്ലേവർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കുറച്ചുകൂടി വേണം തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇഞ്ചി നീരിന് പകരം നിങ്ങളുടെ കയ്യിൽ ചുക്ക് ഉണ്ടെങ്കിൽ, അതായത് ഉണങ്ങിയ ഇഞ്ചി ഉണ്ടെങ്കിൽ അതിൻ്റെ പൊടി നന്നായി പൊടിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് പൗഡറായിരിക്കും ഇഞ്ചി നീരിൻ്റെ പൗഡർ. അപ്പോൾ ആ പൗഡറും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറാണ് നിങ്ങൾക്ക് കിട്ടുക. ഇതിപ്പോൾ ഞാൻ ഡാർക്ക് ഗനാഷിലാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വൈറ്റ് ഗനാഷിലും ചെയ്യാം. രണ്ട് ടേസ്റ്റ് ആയിരിക്കും. ഡാർക്കിൽ ചെയ്യുമ്പോൾ ആ ഒരു കയ്പിൻ്റെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു കുത്തലും കാര്യങ്ങളൊന്നും വൈറ്റിൽ ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പം ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാനും നമുക്ക് വൈറ്റ് ആണെങ്കിലും ഡാർക്ക് ആണെങ്കിലും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇഞ്ചിനീര് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് അതിൻ്റെ ഫ്ലേവറും കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഞ്ചിനീര് ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 3 ടീസ്പൂണൊക്കെയാണ് പിന്നെ ചേർത്തത് കേട്ടോ. ഇപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗനാശി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇഞ്ചിനീര് ചേർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇത് ഗനാശ ആവുന്നതിന് മുമ്പ് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് നമ്മുടെ ഡ്രൈഡ് ജിഞ്ചർ ചേർക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഡ്രൈഡ് ജിഞ്ചർ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. നന്നായി മധുരമൊക്കെ ഇട്ടിട്ട് ഉണക്കി വരുന്ന ഇഞ്ചി ഉണ്ട്. അത് മാർക്കറ്റുകളിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങിയിട്ട് ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. എന്നിട്ട് ഫില്ലിംഗ് ആയിട്ട് ഇതിൽ ഉപയോഗിക്കാം. അപ്പോൾ സ്പൈസി ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഗനാശ് ഉണ്ടാക്കാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മിൽക്കാണ് എടുക്കുന്നത് കേട്ടോ. അത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. വൈറ്റിൽ ചെയ്താലും കാണാനും നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വൈറ്റിൽ നമ്മൾ കവർ ചെയ്തെടുത്താലും. അപ്പോൾ ഫില്ല് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഈ ഒരു മെത്തേഡിലല്ലേ നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മൗൾഡിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് ഒരു 1-2 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അതിനെ ഫുള്ള് കൊട്ടിക്കളഞ്ഞ് അതിൽ പിന്നെ നമ്മുടെ ഫില്ലിങ് നിറച്ച് അങ്ങനെയല്ലേ എപ്പോഴും കാണിക്കാറുള്ളത്. അപ്പം ഈ ഒരു മെത്തേഡ് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡും കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു സ്പൂണിൽ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് നമ്മൾ എല്ലാ വശത്തും ഒരുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തും ചോക്ലേറ്റ് എത്തിയിട്ടുണ്ട്, ഒലിച്ചു പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത മോൾഡുകളിൽ നിന്ന് ചോക്ലേറ്റ് ഉള്ളിൽ നിന്ന് നമ്മൾ സ്പൂണ് വെച്ചിട്ട് കുറേശ്ശെ കോരിയെടുക്കുക. അപ്പോഴും നല്ലൊരു ഗ്യാപ്പ് അവിടെ കിട്ടും. അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. 2 മെത്തേഡാണെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പിന്നെ ചോക്ലേറ്റും അതുപോലെ നമ്മുടെ ഫില്ലിങ്ങും കൂടെ മിക്സായിട്ട് ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല. അപ്പോൾ കണ്ടോ, ഞാൻ 6 എണ്ണം ആ ഒരു മെത്തേഡിലാണ് ഇപ്പം ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 2 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് ചെറിയൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നിറച്ച് കൊടുക്കാം. ഇനിയുള്ള സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നത് തന്നെ ആയിരിക്കുമല്ലേ. എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കി ഒരുപാട് എക്സ്പേർട്സ് ആയിട്ടുണ്ട് ഇപ്പം. അപ്പം ഇതെല്ലാം നിറച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ചോക്ലേറ്റ് ഫില്ല് ചെയ്യുക, വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുക, സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം എന്തെങ്കിലും രീതിയിൽ നമുക്കൊരു ഹോൾസ് ഉണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട് എന്നൊക്കെ തോന്നിയാൽ ജസ്റ്റ് ഒരു കോട്ടിങ്ങും കൂടി കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ ഫില്ല് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചെടുത്തു. നമ്മുടെ സ്പൈസി ഫില്ലിംഗ് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കുക. എന്നിട്ട് ജസ്റ്റ് ഗ്രൂപ്പിലൊന്ന് പറയുക എന്തൊക്കെ ഫില്ലിങ്സ് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്ത് നോക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് സംസാരിക്കുക. ഓക്കെ, നമുക്കപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ,
ബൈ.